അന്നസ് ഫുട്പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിച്ചണിൽ നല്ല തിരക്ക് പിടിച്ച പണിയിലാണ്. കാരണം ഞാൻ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് ഞാൻ ജോൺസണായിട്ട് ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കുറേ മുമ്പേ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന മൈക്രോവേവ് ഓവൻ ഗീവ് അവേ, പുതിയതാണ്, ഫ്രഷ് പീസാണ്, ഗീവ് അവേ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അത് വിന്നറിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. കുറേ ആയി അവരിപ്പോൾ ഇന്നത് വാങ്ങാൻ വേണ്ടി വരുന്നുണ്ട് കേട്ടോ. കിച്ചണിലതേ ചോറായി. ഞാനൊരു മാങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ചു. മാങ്ങാക്കറി വെക്കാൻ വേണ്ടി എന്താ ചെയ്യാമെന്നറിയാം. മാങ്ങ കൊത്തിയരിഞ്ഞു, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, പിന്നെന്താണ് മാങ്ങ, ഒരു വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു വെല്ലുള്ളിയും കൂടെ നല്ലോണം ഞെരടി വെച്ചു കേട്ടോ. പിന്നെ ഇതേ കൂണ്, ജോൺസണിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂണ്. എനിക്കിപ്പോൾ അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല. കൂണ് ഞാൻ എൻ്റെ ചെറിയ തോരൻ വെച്ചിട്ടുണ്ട്. മാങ്ങാക്കറിക്ക് അരയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ചിക്കൻ കറി, ചിക്കൻ സത്യത്തിൽ ഇവിടെ എത്തിയിട്ടില്ല, ചിക്കൻ എത്തണം. ജോൺസേട്ടായി കൊണ്ടുവരും. ഇപ്പം ചിക്കൻ കറിക്കുള്ള സെറ്റായിട്ടുണ്ട്. ഇന്നലത്തെ കറി വാങ്ങില്ല, എല്ലാം സെറ്റാക്കി. ഇന്നലത്തെ കുറച്ച് ചെമ്മീൻ മാങ്ങാക്കറി ഉണ്ട്, കുറച്ച് കപ്പയുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചിക്കൻ വാങ്ങി ഇതിനകത്തിട്ട് തിളപ്പിച്ചാൽ മാത്രം മതി. എനിക്കിന്ന് 11 മണിയാകുമ്പോഴേക്കും കോഴിക്കോട് പോകണം. വേറെയും ഒരു യാത്രയുണ്ട്, ഒക്കെ വഴിയേ പറയാം കേട്ടോ. കൊണ്ടുപോകത്തില്ല. എനിക്കിത്തിരി ചോറും കൊണ്ടുപോകണം. വലിയ അനുസരിച്ച് ഈ ചട്ടി കൊള്ളില്ല ഒന്നറിയില്ല. ഇതേ നമ്മുടെ മാങ്ങാക്കറി സെറ്റ് കേട്ടോ. വറവിടുമ്പോണ്ടല്ലോ, നമ്മൾ വറവിൻ്റെ കൂടെയും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കറിക്ക് നല്ല നിറമായിരിക്കും കേട്ടോ. അതുപോലെ കറിവേപ്പിലൊക്കെ ഒന്ന് ഒലിച്ചിട്ടാൽ കറിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും. നമ്മുടെ മാങ്ങാക്കറി കൂടുതലും സെറ്റായിട്ടുണ്ട്. അയില കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. അയില, പപ്പടം കാച്ചി, ഇതേ ചിക്കൻ കറി, ഇതൊക്കെ കൊണ്ട് ഞാനും ഇത്തിരി ചോറ് കൊണ്ടുപോകും. പിന്നെ ജോൺസേട്ടായിക്ക് 2 ദിവസം കഴിക്കാനുള്ളതുണ്ട്. എനിക്കുള്ള വാഴല വെട്ടാൻ പോയതാണ് ജോൺസേട്ടായി. ഞങ്ങൾ പൊതിച്ചോറ് കിട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അച്ചാറ്, പപ്പടം, ചോറ്, കറി ഞാൻ ഓൾറെഡി എടുത്ത് ഇതൊക്കെ വെച്ച് പൊതിച്ചോറ് കിട്ടുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതിച്ചോറ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ച് കർണാടകയൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ പൊതിച്ചോറില്ലാണ്ട് പോകില്ല കേട്ടോ. കർണാടക കേരള ഫുഡ് കിട്ടുമെങ്കിലും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല കർണാടകയിലെ കേരള ഫുഡ്. നോൺ വെജ് ഒന്നും അങ്ങനെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പം ഞങ്ങളിതേ ഒരു പൊതി കെട്ടി, ഇനി അടുത്ത പൊതി കെട്ടാൻ തുടങ്ങും. കുറച്ച് ദൂരയാത്രയ്ക്ക് പോവുകയാണ് കേട്ടോ, 10 ദിവസത്തേക്ക്. സോ അതെ, ബാഗൊക്കെ സാധാരണ പാക്കാക്കുന്ന പോലെയല്ല, എങ്ങനെയോ ഏതൊക്കെയോ ലെവലിലാണ് പാക്കാക്കിയത്. കാരണം എല്ലാം ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. ഒക്കെ ഞാൻ പിന്നീട് പറയും. എന്തായാലും എൻ്റെ വീഡിയോ കാണുന്നവരെ എന്തായാലും എന്താ പറയുക, എല്ലാ കാര്യങ്ങളും ഞാൻ അറിയിക്കും. കാരണം ചില ആളുകൾക്ക് സത്യം അറിഞ്ഞാലും നോണ എന്താ പറയുക, അങ്ങനെ ഒരാൾ നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവൾ അല്ലാന്ന് എനിക്കറിയാം, പക്ഷെ എന്നാൽ അങ്ങനെയാണ്. പക്ഷേങ്കിൽ അല്ലാതെ എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ട്. എൻ്റെ വീഡിയോ ഡെയിലി കാണുകയും കമൻറ്റ് ഇടുകയൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. അവരോട് എനിക്കൊരു കമ്മിറ്റ്മെൻ്റ് ഇല്ലേ. ഓക്കെ, വെറുതെ പെരങ്ങി കളിക്കട്ടെ, ഒരു സ്റ്റേഷൻ കിട്ടുന്നില്ല. എനിക്കങ്ങനെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തൊക്കെ. ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടാവുക അമ്മയും ആകാശും എൻ്റെ കമ്പനിയിലെ ഡയറക്ടേഴ്സൊക്കെയാണ് കേട്ടോ. ഞാൻ എന്തിനാണ് പെരങ്ങി നടന്നതെന്നറിയോ, ഈ ഫ്ലാസ്ക് എടുത്തുകൊണ്ടാണ്. പിന്നെ ഞങ്ങളിനി കോഴിക്കോടേക്ക് പോവുകയാണ് കേട്ടോ. ഞാനിങ്ങനെ ജോൺസേട്ടായിക്ക് അതെല്ലാം ആക്കി സെറ്റാക്കി വെച്ചു. ഇതിനകത്ത് തവി മാറ്റാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോൺസേട്ടായി ഇപ്പം തന്നെ കുറച്ച് കഴിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഉണ്ട്. പിന്നെ കുറച്ച് കപ്പയൊക്കെ വേവിച്ച ഫ്രിഡ്ജിൽ വേറെയും വെച്ചിട്ടുണ്ട്. പിന്നെ ചൂടുവെള്ളം, ജോൺസേട്ടായിക്ക് എപ്പോഴും ഇങ്ങനെ ചൂടുവെള്ളം നിർബന്ധം ഒന്നും. അപ്പോൾ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെച്ചു, മൊത്തത്തിലൊന്ന് നിറച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ഞാൻ ഒരുങ്ങട്ടെ കേട്ടോ. അങ്ങനെ വലിയൊരു യാത്രയുടെ തുടക്കമാണ്. ഞാനുണ്ട്, അമ്മയുണ്ട്, ആകാശുണ്ട്. ഞങ്ങൾ കാറിൽ തുടങ്ങി, ബസ്സിൽ കയറി, പിന്നെ അങ്ങനെയുള്ളതാണ്. ബാക്കി ഞങ്ങൾ ആ ദിവസം പറയാം കേട്ടോ. സർപ്രൈസ് ഇപ്പം അങ്ങനെ വിഷയമുള്ളതാ. പിന്നെ അമ്മ നോക്കുന്ന കമ്മന്റെ ഗ്ലാമർ നോക്കുക. പോട്ടെ, അമ്മയുടെ വട്ടയപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി മട്ടൺ സ്റ്റൂ. ഞാൻ മട്ടൺ കഴിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ വലിയ അങ്ങനെ ഒരു തരത്തിൽ ഞങ്ങൾ കോഴിക്കോടെത്തി. ഇനി പൊതിച്ചോറ് കഴിച്ച് തിന്നണം, അത് മാത്രമാണ് മനസ്സിൽ.
ശരിയെന്നാ നമ്മളെ സമ്മതിക്കുന്ന എത്രയും ട്രോളിയും പിടിച്ച് നമ്മൾ എങ്ങനെ ബസ്സിൽ വന്ന് അതെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുണ്ടല്ലേ. ഞങ്ങൾ ഫ്ലാറ്റിലെത്തിയിട്ടോ ഞങ്ങളുടെ പൊതിച്ചോറ് കഴിക്കാൻ പോവുകയാണ്. പൊതിച്ചോറ് വീഡിയോ എടുക്കാൻ അമ്മ വന്ന് വാ വാ ദേ നമ്മൾ പൊതിച്ചോറ് എന്നാണ് കേട്ടോ. കുറേ നനഞ്ഞ പപ്പടമൊക്കെ ഉണ്ട് കണ്ടോ. ചോറുണ്ട് നേരെ വന്നത് ഓഫീസിലേക്ക്. ഓഫീസിൽ നിന്നാ ചായയും ബിസ്ക്കറ്റും. അമ്മ വേഗം കിടന്നുറങ്ങിക്കോ. നമുക്ക് പുലർച്ചെ 2 മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടതാണ്. വർത്താനം പറയാൻ നിൽക്കരുത്, വേഗം കിടന്നുറങ്ങിക്കോ. അപ്പോൾ ഞങ്ങൾ നാളെ വലിയൊരു യാത്രയുടെ തുടക്കമാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചു. അപ്പോൾ ഗുഡ് നൈറ്റ്. ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം എന്താ ഏതാ എങ്ങോട്ടാ എങ്ങനെയാന്നൊക്കെ. യെസ് മീ അന്ന ജോൺസൺ ഫ്രം മനൂസിപ്പ തിന്നു തിന്നുകൊണ്ട് ഇടയ്ക്ക് അടുത്തിരിച്ചുകൂടെ വേണ്ടി വേണം. വേഗം കാണാം. ഞാനും ഉറങ്ങിയതാ, പകുതി ഉറങ്ങി. ഞാനും ഉറങ്ങിയേ.